കുപ്പിയിൽ എഴുതി വെച്ചിട്ടില്ലേ? എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെയും എന്തേ കുടിക്കുന്നു? ഇതാണ് ഞാൻ ചോദിച്ചത്. പിന്നെയും എന്താണ് നിങ്ങൾ കുടിക്കണേ? ആയിരക്കണക്കിന് പേഷ്യൻസിനെ കൈകാര്യം ചെയ്യുന്ന ആളാണ് ഞാൻ. തണ്ണീർമുക്കത്തിരിക്കുമ്പോൾ, തണ്ണീർമുക്കം ആയുർവേദ ആശുപത്രിയിൽ ഇരിക്കുമ്പോൾ മദ്യപാനം നിർത്തണം എന്ന ആഗ്രഹത്തോടെ ഒരാളവിടെ വന്നു. അദ്ദേഹത്തിനോട് ഞാനൊരു കാര്യം ചോദിച്ചു. മദ്യപാനം കൊള്ളില്ല എന്ന് അറിയില്ലേ? അറിയാം. കുപ്പിയിൽ എഴുതി വെച്ചിട്ടില്ലേ? എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെയും എന്തേ കുടിക്കുന്നു? ഇതാണ് ഞാൻ ചോദിച്ചത്. പിന്നെയും എന്താണ് നിങ്ങൾ കുടിക്കണേ? അത് പറഞ്ഞ് എനിക്ക് കോൺക്രീറ്റ് റിങ് ഉണ്ടാക്കുന്ന ജോലിയാണ്. അത് വളരെ കഷ്ടപ്പാടുള്ള ജോലിയാണ്. ഇത് ചെയ്തു വന്ന അല്പം കുടിച്ചാൽ ഞങ്ങൾക്കൊരു സമാധാനം കിട്ടും. അതല്ല കാര്യം. ആ കാര്യം അങ്ങനെയാണെങ്കിൽ എല്ലാവരും ചെയ്യില്ല. നിങ്ങൾ യഥാർത്ഥ കാര്യം എന്താണെന്ന് അറിയാമോ? എന്താണെന്ന് ഞങ്ങൾക്കറിയില്ല. എന്നാൽ ഒരു കാര്യം ഞാൻ പറയാം. സ്വന്തം ശരീരത്തെ സ്നേഹിക്കാത്തത് കൊണ്ട് മാത്രം, വേറെ ഒരു കാര്യമില്ല. നമ്മൾ നമ്മളുടെ സ്വന്തം ശരീരത്തെ സ്നേഹിക്കുമെങ്കിൽ ശരീരത്തിന് ദോഷകരമായ എന്തെങ്കിലും അകത്തേക്ക് വിടുമോ? വിടില്ലല്ലോ. സ്വന്തം ശരീരത്തെ നിങ്ങൾ സ്നേഹിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇനി നിങ്ങളുടെ ആഗ്രഹം എന്താണ്? ഭാര്യയുടെ സ്നേഹം കിട്ടണമെന്നല്ലേ? ആണ്. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്തു? അങ്ങോട്ട് സ്നേഹിച്ചോ? ഭാര്യയെ സ്നേഹിച്ചോ? സ്വന്തം ശരീരത്തെ സ്നേഹിക്കാത്ത ഒരുത്തന് പുറത്തുള്ള ഒരാളെ സ്നേഹിക്കാൻ പറ്റുമോ? പറ്റില്ല സാറേ, പറ്റില്ല. ആ മനുഷ്യൻ കുടി നിർത്തി എന്നുള്ളതാണ്. കുടി നിർത്താം, യാതൊരു പ്രശ്നമില്ല. നിർത്തണമെന്ന് ആഗ്രഹമുള്ളവർക്ക് നിർത്താം. നിർത്തണ്ടെന്ന് വിചാരിച്ചാൽ നിർത്താനും പറ്റില്ല. അവരവർക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിർത്താമെന്നുള്ളതാണ് എൻ്റെ ഈ നാൾ വരെയുള്ള അനുഭവം. മറ്റൊരു കാര്യം ഞാൻ പറയുന്നത്, മനുഷ്യൻ എന്ന് പറയുന്ന ജീവിക്ക് ലഹരി കൂടിയേ കഴിയൂ. മനുഷ്യൻ്റെ ലഹരി ആനന്ദ ലഹരിയാണ്. ശരിയായ പാതയിൽ ആനന്ദ ലഹരി കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ മനുഷ്യൻ കുറുക്കുവഴി തേടും. അതാണ് മദ്യലഹരി അല്ലെങ്കിൽ കഞ്ചാവിൻ്റെ ലഹരി. ആരാണ് കുഴപ്പം പിടിച്ചത്? നേരായ വഴിയിൽ ആനന്ദം കിട്ടാനുള്ള വഴികൾ നമ്മൾ പഠിപ്പിച്ചേ പറ്റൂ. ഈ ഭൂമിയിലെ സകലമാന മനുഷ്യരുടെയും അഭിലാഷം ആനന്ദത്തോടെ ജീവിക്കുക എന്നുള്ളതാണ്. ആ ആനന്ദത്തോടെ ജീവിക്കാനുള്ള വഴികൾ ഏതെങ്കിലും ഒരു സ്കൂളിൽ, കോളേജിൽ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ ആരാണ് ഉത്തരവാദി? മനുഷ്യൻ എന്ന് പറഞ്ഞ ജീവിക്ക് ലഹരിയെ കൂടിയേ കഴിയൂ. യഥാർത്ഥ ലഹരി ആനന്ദ ലഹരിയാണെന്ന് തിരിച്ചറിയുക. നേരായ വഴിയിൽ ആനന്ദ ലഹരിയിൽ കൊണ്ടെത്തിക്കാനുള്ള വഴികൾ വിദ്യാഭ്യാസത്തിലൂടെ കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ നമ്മുടെ തലമുറ മുഴുവൻ ലഹരിക്കായി കുറുക്കുവഴി തേടും. കുറുക്കുവഴി തേടി വഴിയിൽ ചെന്ന് വീഴും. കടലിൽ പോയി കിടന്ന് കുടിക്കും. ഇതൊക്കെ ചെയ്യും. സ്വത്ത് കൂടി, കാശ് കൂടി വരുമ്പോൾ ലഹരി കിട്ടാൻ വേണ്ടിയിട്ടുള്ള വഴികൾ എന്താണെന്ന് അറിയാൻ മേലാതെ വരുമ്പോൾ എല്ലാ സാധനങ്ങളുമായി കപ്പലിൽ പുറംകടലിൽ പോയി വേണേലും കുടിക്കും. ഉദ്ദേശം ആനന്ദം കിട്ടുമെന്നുള്ളതാണ്. അതുകൊണ്ട് ആനന്ദം കിട്ടാനുള്ള വഴി എന്താണെന്ന് പഠിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. സ്നേഹം ഉണർത്താനുള്ള വഴി പഠിക്കുക എന്നുള്ളത് തന്നെയാണ്. ഇതിന് തയ്യാറുണ്ടോ? ഇതിന് തയ്യാറുണ്ടെങ്കിൽ ലഹരി മാറും. അത് മദ്യലഹരിയല്ല, MDMA അല്ല, ഏത് ആയാലും അതിൻ്റെ അപ്പുറത്തെ ലഹരിയാണ് ആനന്ദലഹരി എന്നറിയുക. അത് പഠിപ്പിക്കണം. ഞാൻ നോക്കിയിട്ട് ഒരിടത്തും പഠിപ്പിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ
ആർട്ട് ഓഫ് ഹാപ്പിനെസ് എന്ന് പറയുന്ന ഒരു കോഴ്സ് തന്നെ തുടങ്ങിയിട്ടുണ്ട്. ആ കോഴ്സിലൂടെ എൻ്റെ മുന്നിലെത്തുന്ന സ്റ്റുഡൻസിന് കാര്യങ്ങൾ പിടികിട്ടുന്നുണ്ട്. നിർത്താൻ തയ്യാറാണ്, ലഹരി അടിമപ്പെടില്ല. അപ്പം നമുക്ക് ആനന്ദം കിട്ടണമെന്നുണ്ടെങ്കിൽ അന്നം കറക്റ്റ് ചെയ്യണം. അന്നമയ കോശമാണ് മനോമയ കോശമെന്ന് തിരിച്ചറിയാവുന്നവരാണ് നമ്മൾ. ഭാരതം അന്നം തെറ്റിപ്പോയി. നമുക്ക് ഈ അന്നം കറക്റ്റ് ചെയ്യാൻ നമ്മൾ പഠിക്കണം. കറക്റ്റായിട്ട് ചെയ്തേ പറ്റൂ. ചായ കുടി നിർത്താനൊന്ന് നോക്കിക്കേ. വലിയ ലഹരിയൊന്നും ഇല്ലാത്തൊരു സാധനമാണല്ലോ. എല്ലാവർക്കും ചായ കുടിക്കണമുണ്ടല്ലോ. ചായ കുടി ഒന്ന് നിർത്താൻ പറ്റുമോ? ചായ കുടി ഒരു സമയം തെറ്റിയാൽ, നിശ്ചിത സമയം തെറ്റിയാൽ, 5 മണിക്കെന്നും ചായ കുടിക്കുന്നവൻ 5 മണിക്ക് ഒന്ന് ചായ തെറ്റിപ്പോയി കഴിഞ്ഞാൽ തലവേദന വരില്ലേ? ചായക്കൊരു അഡിക്ഷൻ ഇല്ലേ? ചായ കുടി നിർത്താൻ എത്ര വിഷമമുണ്ടെന്ന് നോക്കിയാൽ നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ചാരായ കുടിക്കണവൻ എങ്ങനെയാണ് ഇത് നിർത്താൻ പറ്റുക? അതുകൊണ്ട് സകലരും പഠിക്കാൻ തുടങ്ങുക, മനസ്സിലാക്കാൻ തുടങ്ങുക. നമ്മുടെ കുട്ടികൾ, പിറന്നു വീഴുന്ന സകല കുട്ടികളും ഡിവൈനാണ്. സകല കുട്ടികളും, അത് ആരുടെ കുട്ടിയെന്നില്ല. ഈ ഭൂമിയിൽ പിറന്നു വീഴുന്ന സകല കുട്ടികളും ഡിവൈനാണ്. ഈ ഭൂമിയിലെ സകല മനുഷ്യരുടെയും അഭിലാഷം ആനന്ദമാണ്. ഈ കുട്ടികൾ, ഡിവൈനായി ജനിക്കുന്ന കുട്ടികൾ വളർന്ന് വലുതായി വരുമ്പോൾ ഡിവൈൻ അല്ലാതായി തീരുന്നെങ്കിൽ അതിൻ്റെ കാരണം എന്താണെന്ന് നമ്മൾ അറിയുക. നമ്മൾ അവർക്ക് കൊടുക്കുന്ന അന്നം തെറ്റി, വിദ്യാഭ്യാസം തെറ്റി എന്നുള്ളതാണ്. ഇത് എവിടം തൊട്ട് തിരുത്തണമെന്നുള്ളതാണ്. പ്രഗ്നൻസി ആരംഭം മുതൽ തിരുത്തണം. 11 വയസ്സ് വരെ ഒരമ്മ വിചാരിച്ചാൽ ഒരൊറ്റ കുഞ്ഞും മദ്യത്തിന് അടിമയാവില്ല. എഴുതി ഒപ്പിട്ട് ഞാൻ തരും. എൻ്റെ കുട്ടികളിവിടെ വന്നു കഴിഞ്ഞു. അമ്മമാർ മാത്രം വിചാരിക്കുക. അമ്മമാർ ഇതിനെ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. അപ്പം അത് മനസ്സിലാക്കിയിട്ട് എന്ത് കഴിക്കണം, എന്ത് കഴിക്കരുത്, എന്ത് കാണണം, എന്ത് കാണരുത്, ഏതാണ് നമ്മളുടെ അന്നങ്ങളെന്നൊക്കെ മനസ്സിലാക്കണം. ആ ശരിയായ അന്നം കൊടുത്ത് വളർത്തി വരുന്ന ഒരു കുഞ്ഞ്, ശരിയായ രീതിയിൽ വളർത്തി വരുന്ന ഒരു കുഞ്ഞ് ഒരു കാരണവശാലും തെറ്റില്ല, വഴിതെറ്റിപ്പോവില്ല. 11 വയസ്സ് വരെ അമ്മയുടെ മനസ്സും കുഞ്ഞിൻ്റെ മനസ്സും ഒന്ന് തന്നെയാണ്, യാതൊരു വ്യത്യാസവും ഇല്ല. അങ്ങനെയാണെങ്കിൽ ഈ 11 വയസ്സിൽ കുട്ടിയുടെ ലൈംഗിക കേന്ദ്രം ആക്ടിവേറ്റ് ചെയ്യപ്പെടും. അതിനു മുമ്പ് കുഞ്ഞിൻ്റെ ആജ്ഞാകേന്ദ്രം ആക്ടിവേറ്റ് ചെയ്യിക്കാൻ ഒരു അമ്മ വിചാരിച്ചാൽ സാധ്യമാണ്. അത് ചില പദ്ധതികളുണ്ട്. ഇത് പഠിക്കാനായിട്ട് കുറച്ച് സമയം മാറ്റിവെച്ചേ പറ്റൂ. ഇനിയെങ്കിലും അതായത് ഇന്നൊരമ്മ ഒരു കുഞ്ഞിനെ പുഴയിലെറിഞ്ഞു കഴിഞ്ഞു, അച്ഛൻ മകനെ വെട്ടിക്കൊന്നു കഴിഞ്ഞു, മകൻ അച്ഛനെ വെട്ടിക്കൊന്നു കഴിഞ്ഞു. ഇനിയും നമ്മൾ മടിച്ചിരുന്നാൽ ഈ മനസ്സ് എവിടുന്നാണ് വന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നാം കഴിക്കുന്നത് മുഴുവൻ വിഷമല്ലേ? കുടിക്കുന്നത് വിഷമല്ലേ? ശ്വസിക്കുന്നത് വിഷമല്ലേ? കേൾക്കുന്നത് വിഷമല്ലേ? കൊള്ളുന്ന അഗ്നി വിഷമല്ലേ? 5 അന്നങ്ങളും വിഷമയമാക്കി നമ്മൾ. അന്നം, ഈ 5 അന്നങ്ങൾ, ഈ 5 അന്നങ്ങളിൽ നിന്നാണ് മനസ്സ് രൂപാന്തരപ്പെടുക. 5 അന്നങ്ങളും വിഷമയമായാൽ ആ ശരീരത്തിലുണ്ടാകുന്നത് വിഷമനസ്സാണ്. വിഷമനസ്സിൽ വിഷചിന്തകൾക്ക് മാത്രമേ സ്ഥാനമുണ്ടാവൂ. അതുകൊണ്ട് നമ്മൾ കഴിക്കുന്നതും കുടിക്കുന്നതും കുടിക്കേണ്ടതും കഴിക്കേണ്ടതും എന്താണെന്ന് തിരിച്ചറിഞ്ഞ് നമ്മൾ ജീവിക്കേണ്ടതുണ്ട്. കുട്ടികൾ കൈവിട്ടു പോകാതിരിക്കണമെന്നുണ്ടെങ്കിൽ, നമ്മുടെ ആരോഗ്യം നമ്മളുടെ കൈവിട്ടു പോകാതിരിക്കണമെന്നുണ്ടെങ്കിൽ മിനിമം ഒരു 20 ദിവസമെങ്കിലും അടിസ്ഥാനമായ കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമ്മൾ തയ്യാറായേ പറ്റൂ. ഇതിന് തയ്യാറുണ്ടോ എന്നുള്ളതാണ് നമ്മൾ തന്നെ പഠിക്കണം. കേരളത്തിൽ തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് എന്നീ 3 സ്ഥലങ്ങളിൽ മാത്രമേ ഗവൺമെന്റ് ലാബുള്ളൂ. അവിടെ തന്നെ പരിശോധിച്ച് പറഞ്ഞാൽ, സർട്ടിഫിക്കറ്റ് തന്നാലേ കോടതിയിൽ അതിന് എവിഡൻഷ്യലി വാല്യൂ. പക്ഷെ ഞങ്ങൾ പിടിച്ച പ്രത്യേകിച്ച് കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിൽ നിന്ന് ഉദ്യോഗസ്ഥന്മാർ പിടിച്ചെടുത്ത് MDMA എന്തായിരുന്നു അറിയണ്ടേ? അതിനകത്ത് മെഥലിൻ ഡയോക്സിൻ മെഥാമിഥലിൻ മാത്രമല്ല, അതിനകത്ത് അമോണിയം ക്ലോറൈഡ്, ഉഗ്രവിഷമുള്ള അമോണിയം ക്ലോറൈഡ്, ലെഡ്,
മെർക്കുറി തുടങ്ങിയ രാസവസ്തുക്കൾ ഉയർന്ന തോതിലുണ്ട്. അപ്പോൾ ഇതൊക്കെ അഭിപ്രായത്തിൽ ഇതൊക്കെ ഒരു 3-4 മാസം കഴിച്ചാൽ ആന്തരിക അവയവങ്ങൾ കേടുവന്ന് അവരെല്ലാം മരിച്ചു പോകും. ഇത് വെറുതെ പറയുന്നതല്ല, കേരളത്തിലെ ലീഡിംഗ് മലയാളം പത്രങ്ങളിൽ വന്ന വാർത്തയാണ്. അപ്പൊ ഇത് നമ്മൾ മനസ്സിലാക്കും. അപ്പൊ ശരിക്കും NDMA തന്നെ വ്യാജനുണ്ട്. ഇന്നലെ നിങ്ങൾ കേട്ട് കാണും 151 ദിവസം ജയിലിൽ കിടന്ന 2 യുവാക്കൾ അവർ NDMA എന്നൊന്നും പറഞ്ഞ് പിടിച്ച സാധനം ശരിക്കും കൽക്കണ്ടായിരുന്നു. അപ്പൊ ഇത് കൽക്കണ്ടയെ പോലെയും പഞ്ചസാരയെ പോലെയും ഗ്രീൻ പൗഡറെ പോലെയൊക്കെ ഇരിക്കും. അതൊക്കെ ആ കുട്ടി പറഞ്ഞു, പോലീസുകാരോട് ഡാൻസ് ഫാം, കാസർഗോഡ് ഡാൻസ് ഫാമാണ് പിടിച്ചത്, പ്രത്യേക ടാസ്ക് ഫോഴ്സാണ്. പിടിച്ചപ്പോൾ പറഞ്ഞു ഈ ലിക്കറിനോടൊപ്പം ഉള്ളത് മധുരത്തിന് രുചിക്കാൻ വേണ്ടിയുള്ള കൽക്കണ്ടാണെന്ന് പറഞ്ഞിട്ടും നമ്മുടെ ഉദ്യോഗസ്ഥന്മാർ സമ്മതിച്ചില്ല. 150-ാം ദിവസം ചീഫ് കെമിക്കൽ എക്സാമിനർ ലാബിൽ റിസൾട്ട് വന്നപ്പോൾ അത് റോക്ക് ഷുഗറാണ്, വെറുതെ കൽക്കണ്ടമാണ്. നമുക്ക് അപ്പം അതുപോലെ തന്നെ ഒരുപാട് നമുക്കറിയാം LSD സ്റ്റാമ്പ് പിടിച്ചു. മറ്റുള്ളവർക്ക് നല്ല കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ആളാണ് കുഞ്ഞുമാൻ. എനിക്ക് ബോധ്യപ്പെട്ടുള്ളതാണ്. നിങ്ങളെ നയിക്കാൻ കുഞ്ഞുമാൻ നിങ്ങൾക്ക് കിട്ടിയത് വലിയ സന്തോഷമാണ്. കാരണം കുഞ്ഞുമാൻ സ്വന്തം ഭാര്യയുടെ പേരിൽ ഇത്തരമൊരു കാര്യം ചെയ്തത് ഏറ്റവും വലിയ കാര്യം. അത് അദ്ദേഹത്തിനാണെങ്കിൽ മെഥനി ലാബിന് പകരം സ്വന്തം വീട്ടുപേര് ചേർക്കാമായിരുന്നു. കാരക്കപ്പള്ളി അല്ലേ, കാരക്കപ്പള്ളി ലാഭം ചേർക്കാമായിരുന്നു, ചേർത്തില്ല. സ്വന്തം ഭാര്യയുടെ സ്മരണാർത്ഥം ആ സ്നേഹം നിലനിർത്തിക്കൊണ്ട് തന്നെ ദയാൽ സാർ പറഞ്ഞ പോലെ തന്നെ പിന്നീട് അടുത്ത തലമുറയും ഓർക്കത്തക്ക രീതിയിൽ വളരെ നിസ്വാർത്ഥമായി ഈ നാടിന് വേണ്ടി ആ സേവനം ചെയ്ത കുഞ്ഞുമോനെ ഈ അവസരത്തിൽ ഞാൻ പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട്